സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. അന്യരെ സഹായിക്കുകയാണ് മനുഷ്യജന്മത്തിന്റെ ധർമ്മവും ലക്ഷ്യവും. പ്രത്യക്ഷത്തിൽ അവശതയനുഭവിക്കുന്ന ഒരുവനെ കാണാൻ കഴിയാത്തവർക്ക് അരൂപനായ ഈശ്വരനെ കാണാനാകില്ല എന്ന് മഹാകവി ഉള്ളൂർ പറഞ്ഞത് എത്രയോ ശരിയാണ്. സങ്കടയെ രക്ഷിക്കുന്ന മാനുഷനല്ലോ ബന്ധു. മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, ഫാദർ ഡാമിയൻ, മദർ തെരേസ തുടങ്ങിയ എത്രയെത്ര മഹത് വ്യക്തികൾ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം ധന്യമാക്കിയവരാണ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ജനസമൂഹം ആ മഹാരഥന്മാരുടെയെല്ലാം ത്യാഗത്തെ തുലവും തുച്ഛമാക്കിക്കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത പ്രവൃത്തികളെക്കൊണ്ട് വൃഥാ ജീവിതം നശിപ്പിക്കുന്നു. പ്രകൃതിയിലെ ചരാചരങ്ങൾ പോലും പരോപകാരത്താൽ പരസ്പരം ബന്ധിതമാണ്. ജീവജാലങ്ങളിലൂടെ പ്രകൃതി പരോപകാരത്തിന്റെ മഹത്തായ സന്ദേശം പകർന്നുകൊടുക്കുന്നതായി കാണുന്നു. ഇറുപ്പവനും മലഗന്ധമേകും, മുറിപ്പവനും തരുചൂടകറ്റും, ഹനിപ്പവനും കിളിപാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. എല്ലാവർക്കും ഒരുപോലെ പ്രകാശം പകരുന്ന സൂര്യനും, ആശ്രയിച്ചടുത്തെത്തുന്നവർക്ക് തണലേകുന്ന വൃക്ഷവും, പാട്ടുപാടുന്ന കിളികളും എല്ലാം മറ്റുള്ളവർക്കായി നാം പ്രവർത്തിക്കേണ്ടുന്ന ആവശ്യകത മനസ്സിലാക്കി തരികയാണ്. സൂര്യനും വൃക്ഷവും കിളികളും മനുഷ്യരിൽ നിന്ന് ഒരു പ്രതിഫലവും ഇച്ഛിച്ചല്ല ഉപകാരം ചെയ്യുന്നത്. നോക്കൂ, ഭർതൃഹരി തന്റെ സുഭാഷിതത്തിൽ എത്ര സുന്ദരമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരായ ദുഹന്തി ഗാവഃ, പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരാർത്ഥമിതം ശരീരം. വൃക്ഷങ്ങൾ കായ്ക്കുന്നതും പശുക്കൾ പാൽ ചുരത്തുന്നതും നദികൾ ഒഴുകുന്നതും അന്യർക്കു വേണ്ടി തന്നെയാകുന്നു. സമൃദ്ധിയിലും ഉയർച്ചയിലും അഹങ്കരിക്കാതെ പരോപകാരികൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നു. അതിന് മറ്റൊരു ഉദാഹരണം ശ്രദ്ധേയമാണ്. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഘനം നവാമ്പുവായി. ഫലാഗമത്താൽ വൃക്ഷങ്ങൾ കീഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നതും, മേഘങ്ങൾ ജലം ഉൾക്കൊള്ളുമ്പോൾ ഭൂമിയിലേക്ക് വർഷിക്കുന്നതും, ഒരുവൻ സമൃദ്ധിയുണ്ടാകുമ്പോൾ അഹങ്കരിക്കാതിരിക്കുന്നതും എല്ലാം പരോപകാര പ്രവൃത്തികളുടെ മകുടോദാഹരണമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അഹങ്കാരികളായ ഒരു കൂട്ടം മനുഷ്യർ കലഹിക്കുന്നു. എന്നാൽ തങ്ങളെ ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹിച്ച് സഹായിക്കാൻ പ്രകൃതിയിലെ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും തയ്യാറാകുന്നു. വിശേഷബുദ്ധിയുള്ള മനുഷ്യർ ഇതൊരു സന്ദേശവും ഗുണപാഠവുമായി കാണണം. സജ്ജനങ്ങൾ അവരുടെ സ്വതസിദ്ധമായ സത്സ്വഭാവം തന്റെ പ്രവൃത്തികളിലൂടെ സമൂഹത്തിന് നൽകും. എത്ര തന്നെ സമൃദ്ധിയിൽ നിന്നാലും അഹന്തയില്ലാതെ അന്യർക്ക് ഉപകാരപ്രദമായി കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. ഇത് പരോപകാരികളുടെ സ്വഭാവമാകുന്നു. സന്ദേഹം വേണ്ട, പരനുപകാരത്തിനാകാത്തതെങ്കിൽ കിം ദേഹം കൊണ്ടൊരു ഫലമിഹ പ്രാണിനാം ക്ഷോടിതന്നിൽ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം കൊണ്ട് യാതൊരു ഫലവുമില്ല. പരോപകാരാർത്ഥമിതം ശരീരം എന്ന് കവികൾ പറഞ്ഞിട്ടുള്ളതും ഇതുതന്നെയാണ്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഈ തത്വം ജീവിതത്തിൽ പകർത്താതെ നീങ്ങുന്ന ഒരുവന്റെ ജന്മം നിരർത്ഥകവും നിഷ്ഫലവുമായിരിക്കും. അതിനാൽ നമ്മുടെ മനസ്സും ശരീരവും പരോപകാരത്തിനായി പ്രയോജനപ്പെടുത്താം. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221.